സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. ഒന്ന് കണ്ടു നോക്കാം. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. ഒന്നും കൂടി ചെയ്യാല്ലേ? ഹലോ, ആ ബ്രോ, ഞാൻ പുതിയ വർക്കിലാണ്. ഇത് പൊളി സാധനമാണ്. വൈകുന്നേരം റിലീസ് ചെയ്യും. അത് ഞാൻ കണ്ട്. അതെ, അവന് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടിട്ടുള്ള കുരുവാണ്. ഞാൻ ആവശ്യത്തിന് കൊടുത്തരുന്നുണ്ട്. നീ ഒന്ന് പൊളിച്ചേരവനാ, ഒന്ന് വൈറലാകട്ടെ. നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ മാത്രമേ ഇവൻ വന്ന് തോണ്ടുള്ളൂ. കൊടുത്തേര്. അതെ, നീ പുതിയത് ഏതാ ചെയ്യണ? അത് നല്ലതാണ്. ഞാൻ വിളിക്കാം. അച്ഛൻ വന്ന് സീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വിളിക്കാം കേട്ടാ. വന്നെ എന്താണ് ഇതിനകത്ത്? നിന്നോട് റേഷൻ കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നേരെ എത്ര? എന്ത്? എടാ, റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. എന്നോടാ? പിന്നെ ഞാൻ ആരോട് പറയണം? അച്ഛ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു TTA ആണ് ഞാൻ. എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറയണ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ. ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയണ ഒരു പേരാണത്. ആര്, നീയോ? ഇല്ല, അച്ഛൻ. എടാ, ഞാൻ പിന്നെ എന്താ വേണ്ടത് നിനക്ക് വേണ്ടിയിട്ട്? ഞാൻ റേഷൻ കടയിൽ പോയിട്ട് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വെച്ച് വിളമ്പി തരണോ നിനക്ക്? അത് ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുഴപ്പമൊന്നും അച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ? അച്ഛനൊന്നും ഇങ്ങോട്ട് മൂളിത്ത ഐശ്വര്യ റായിനെ വെല്ലണ പെൺകുട്ടികളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരും. ഇനിയിപ്പോ ഒരു വേലക്കാരത്തെയും കൂടെ കൊണ്ടുവന്നിട്ട് അവൾക്കും കൂടെ ഞാൻ ശമ്പളം കൊടുക്കണം. വേലക്കാരത്തിയാ? അച്ഛന്റെ മരുമോളായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരുമോളോ? മരുമോളെ കൊണ്ടുവരാൻ പറ്റിയൊരു കോലം. എന്താ ഈ കോലത്തിന് ഒരു കുഴപ്പം? എടാ, കോന്ത ആദ്യം പോയിട്ട് ഒരു 10 ഉറുപ്പ്യ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് കല്യാണത്തെ പറ്റി ആലോചിക്ക്. അല്ലാതെ നീ വരുത്തി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾക്കും കൂടെ ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരില്ലേ? അച്ഛൻ ഇപ്പോഴും എന്റെ വില മനസ്സിലാക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണ. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ ഈ റേഷൻ കടയിൽ ചെന്ന് അവിടെ ആള് കൂടും, ലാത്തി ചാർജ് നടക്കും. സാമൂഹ്യ അകലം പാലിക്കേണ്ട സമയമാണിത്. എന്തോരം സിനിമാക്കാരെന്നെ വിളിക്കണ്ടെന്ന് അറിയാമോ? വിളിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ലല്ലോ. അത് 3 പടം എൻ്റെ കയ്യിൽ വന്നപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എവിടെ നിൽക്കണ്ടേന്നറിയോ? നീ എവിടെ നിൽക്കണം? നീ ആരാവും സിനിമയിൽ? മമ്മൂട്ടിയോ? എൻ്റെ ബോൺ ടാലന്റ് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ എവിടെ കിടക്കണ്, മമ്മൂട്ടി എവിടെ കിടക്കണ്? അച്ഛൻ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ നിന്ന് കഥ പറയാതെ പോയി അരി മേടിക്കാൻ നോക്ക്. എനിക്ക് ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ട്രൗസർ ഊരിയല്ലേ? എന്താണ്? എവിടെ ഇന്നലെ തന്ന പൈസ ബാക്കി ബാലൻസ് ഉണ്ടോ? അത് ഞാൻ നെറ്റ് ചാർജ് ചെയ്ത്. ആ പൈസക്ക് മുഴുവൻ നെറ്റ് ചാർജ് ചെയ്തോ? എനിക്കും എന്റെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കണ്ടേ? അച്ഛൻ എന്താ എന്റെ ടെൻഷൻ മനസ്സിലാക്കാത്തത്? കേട്ട സാധനത്തിന് എന്താ ഞാൻ ചെയ്യേണ്ടത്? വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. ഞാനും അത് തന്നെ ഓർമ്മ. കലാബോധം ഇല്ലാത്തതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിന്നാണ്. പാലടച്ചേക്കാം. വേഷം മാറിയിട്ട് വരുന്നു. അല്ല, ഇതല്ല. എന്താ കാര്യം? എന്താ? ഞാനവന്റെ അച്ഛനാ. മര്യാദയ്ക്ക് സംസാരിക്കടോ. മര്യാദയുടെ അങ്ങേറ്റത്തെ ഇതിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഈ ചെക്കനെ നിങ്ങൾക്ക് ഈ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളണം, അല്ലെങ്കിൽ കൈയും കാലും ഇല്ലാണ്ട് ഇവിടെ എഴയും പന്നി. ശരി, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് ടിക്ടോക്ക് അറിയോ? ടിക്ടോക്ക് കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എങ്കിലും പറയാം, ഞാൻ റൂസ്റ്റർ മന്മഥൻ, ഇത് ഉണ്ണിമോൻ. ഹോട്ടലിലാ പണി?
ആ ഇറങ്ങി വേണം പുല്ലേ. ഇവിടെ വാടാ. മനുഷ്യനെ സോറി 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 എന്താടാ ഇത് നമ്മുടെ ഫ്രണ്ടാണ്. അങ്ങട് പോക്ക്, അങ്ങട് പോക്ക്, ഞങ്ങൾ എടാ എന്താടാ നിനക്ക് ഇവിടെ കാര്യം? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എടാ നീ എന്റെ വീഡിയോയിലിട്ട് ചൊറിയാൻ നിൽക്കണ എന്തിനാടാ? നീ അമ്മത്തെ തെമ്മാടുത്ത് നീ കൈ കൊണ്ട് സംസാരിക്കലടാ. നീ മാറിക്കോ. നീ ഇടപെടരുത്. നീ ഇടപെടരുത്. നീ അവനെയും ചൊറിഞ്ഞിട്ടുണ്ട്. നീ അവനെയും ചൊറിഞ്ഞിട്ടുണ്ട്. എടാ കളിക്കല്ലേ? എടാ നിനക്കൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാടാ. എടാ ടിക്ടോക്കിന് ഞാൻ കിങ്ങടാ കിങ്ങടാ. എടാ, ഞാൻ ടിക്ടോക്ക് ചെയ്തപ്പോ നീ ജനിച്ചിട്ടില്ല കേട്ടോ. എടാ നിന്റെ എന്ത് ടിക്ടോക്ക് നിന്റെ മോന്ത കണ്ട ആരാടാ അത് കാണാ? നീ ഒന്ന് പോടാ. നീ എന്ത് സത്യാണോടാ? എന്താണ് ഗവൺമെന്റ് ടിക്ടോക്ക് നിരോധിച്ചു. ടിക്ടോക്കാ? എന്താ എന്താ അച്ഛ ടിക്ടോക്ക് നിരോധിച്ചത് സർക്കാർ. അച്ഛാ ഓ സമാധാനായി സമാധാനായി. നാട്ടിലൊരു നെലിയും ബലിയും ഉണ്ടായത് അതെല്ലാം പോയില്ലേ? സമരം നടത്തിയാൽ വല്ലതും നടക്കുവാ? മറിമായം